ലയൺസ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണുകൾ മണ്ണിനുള്ളതല്ല, മനുഷ്യനുള്ളതാണ്. നേത്രദാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു പ്രവർത്തിക്കുന്ന കാഴ്ചയുടെ സംരക്ഷകർക്ക് ലോക നേത്രദാന ദിനത്തിൽ ലയൺസിൻ്റെ ആദരവ്. സമൂഹത്തിനായി ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മമാണ് നേത്രദാനം. ആ പ്രവർത്തനത്തിൽ സ്വയം യോദ്ധാക്കളായി പ്രവർത്തിച്ചവരെ ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 3180 ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുൻകൈയെടുത്ത യോഗത്തിൽ 1500-ലേറെ സർജറികൾ പൂർത്തിയാക്കിയ തൃശൂർ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ആൻഡ്രൂസ്, നേത്രദാനത്തിനായി തന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ബെന്നി, രാത്രിയും പകലും വ്യത്യാസമില്ലാതെ ഈ ദൌത്യത്തിനായി പ്രവർത്തിക്കുന്ന പാവർട്ടി റോയൽ ക്ലബ് പ്രസിഡന്റ് ജെയിംസും പത്നി റോമിയോ ജെയിംസിനെയും ലോക നേത്രദാന ദിനത്തിൽ ആദരിച്ചു. PDG ലയൺ ഇഗ്നേഷ്യസ്, മറ്റ് ലയൺ ലീഡേഴ്സ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പാലക്കാട് സമൂഹത്തിന്റെ സന്തോഷവാഹകരായി പാലക്കാട് ജോയി ക്ലബിന് തുടക്കമായി. ഡിസ്ട്രിക്ട് 318യുടെ 17ാമത്തെ പുതിയ ക്ലബ്ബ് പാലക്കാട് ജോയുടെ ഉദ്ഘാടനം നടന്നു. പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ നടന്ന ചടങ്ങ് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു. ഈ വർഷത്തെ തന്റെ സ്ലോഗൻ തന്നെ സന്തോഷമാണെന്നും ആ സന്തോഷം പ്രതിഫലിക്കുന്ന പേരിൽ തന്നെ ഒരു ക്ലബിന് രൂപം നൽകാൻ കഴിഞ്ഞതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു. പുതിയ 20 അംഗങ്ങൾക്ക് ഗവർണർ ഇലക്ട് ജയകൃഷ്ണൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഫസ്റ്റ് വൈസ് ഗവർണർ സുരേഷ് വാര്യർ പുതിയ ഭാരവാഹികളെ അവരോധിച്ചു. സെക്കൻഡ് വൈസ് ഗവർണർ അഷ്റഫ് സർവീസ് പ്രൊജക്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെർപ്പുളശ്ശേരി ടൗൺ ക്ലബ് ഈ വർഷം സംഭാവന ചെയ്ത 5ാമത്തെ ക്ലബ്ബാണ് പാലക്കാട് ജോയ്. നമ്മളാൽ പൂവിട്ട വസന്തമിനിയും ചരിത്രങ്ങളാൽ കുറിക്കപ്പെടട്ടെ. ഈ കഴിഞ്ഞ വേനലിലും ഇടവിട്ടൊഴുകുന്ന മഴയിലും ഇടറാതെ തളരാതെ മുന്നോട്ടു പോയി ലോക ലയണിസത്തിൽ തന്നെ ഡയബറ്റിക് പ്രോജക്റ്റിനെ നമ്പർ 1 ആക്കി മാറ്റിയതിൻ്റെ സെലിബ്രേഷൻ കുഴൽമന്ദം PMR ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഡയബറ്റിക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ബിജു പുറത്തൂരിന്റെ നേതൃത്വത്തിൽ 365 ദിവസം നീണ്ടു നിൽക്കുന്ന 52ഓളം ക്ലബ്ബുകളുടെ സഹായത്തോടെ നടത്തുന്ന ഡയബറ്റിക് സ്ക്രീനിംഗ് ക്യാമ്പുകളിലൂടെ ലോക ലയണിസത്തിൽ 1ാം സ്ഥാനത്തെത്തിയ പ്രവർത്തനത്തിന്റെ ആഘോഷവും അതിനെ സഹായിച്ച ക്ലബ്ബുകളെ ആദരിക്കുന്ന ചടങ്ങായ സെനിത്ത് ആഘോഷം കുഴൽമന്ദം PMR ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഗവർണർ ജെയിംസ് വളപ്പില അധ്യക്ഷത വഹിച്ച യോഗം മൾട്ടിപ്പിൾ ചെയർമാൻ ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. തിരുത്താനാവാത്ത ഒരു ചരിത്ര മുഹൂർത്തത്തിന് നാം ഇവിടെ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് എന്ന് ഗവർണർ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. ഇനിയും പലർക്കും 1ാം സ്ഥാനം എത്താൻ കഴിയുമെങ്കിലും അതിൽ ആദ്യ നാമം ബിജുവിന്റേതായിരിക്കുമെന്ന് ഗവർണർ ഓർമ്മിപ്പിച്ചു. നിസ്തുല സേവനത്തിന് ബിജു പുറത്തൂരിനെ ഡിസ്ട്രിക്ട് ഗവർണർ ആദരിച്ചു. ഗവർണർ ഇലക്ട് ജയകൃഷ്ണൻ, വൈസ് ഗവർണർ സുരേഷ് വാര്യർ, പാസ് ഗവർണർമാരായ ഇഗ്നേഷ്യസ്, ദീപക്, റഹ്മത്തുള്ള, ജോർജ് ഡി ദാസ്, അഡ്വക്കേറ്റ് സോമകുമാർ എന്നിവരും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളും ക്ലബ് അംഗങ്ങളും സജീവമായി ചടങ്ങിൽ പങ്കെടുത്തു. 2025-26 വർഷത്തെ PST പരിശീലനത്തിന് തുടക്കമായി. 3 ടെറിട്ടറികളിലായാണ് ഇത്തവണ സ്കൂളിംഗ് നടക്കുന്നത്. കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന PST സ്കൂളിംഗ് പാസ്റ്റ് ഇന്റർനാഷണൽ ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. DG ഇലക്ട് ജയകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യപ്രഭാഷണം നടത്തി. സെക്കൻഡ് വൈസ് ഗവർണർ ഇലക്ട് അഷ്റഫ്, PST സ്കൂളിംഗ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡെസിഗ്നേറ്റ് വിമൽ വേണു എന്നിവർ സംസാരിച്ചു. ക്യാബിനറ്റ് സെക്രട്ടറി ഡെസിഗ്നേറ്റ് ശ്രീധരൻ നായർ നന്ദി പ്രകാശിപ്പിച്ചു. LCF മൾട്ടിപ്പിൾ കോർഡിനേറ്റർ അമർനാഥ്, ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ, വൈസ് ഗവർണർ സുരേഷ് വാര്യർ, പാസ് ഗവർണർ സാജു പാത്താടൻ, ക്യാബിനറ്റ് സെക്രട്ടറി ഡെസിഗ്നേറ്റ് ശങ്കരനാരായണൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ഗ്ലോബൽ ടീം അംഗങ്ങൾ അവരുടെ ആശയങ്ങൾ യോഗത്തിൽ പങ്കുവച്ചു. റീജിയൻ 16 മുതൽ 21 വരെയുള്ള റീജിയനിലെ PSTമാരാണ് ഈ സ്കൂളിംഗിൽ പങ്കെടുത്തത്. 2025-26 വർഷത്തെ റീജൺ 8 മുതൽ 15 വരെയുള്ള പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാർക്കുള്ള സ്കൂളിംഗ് തൃശൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നു. 2ാം ഘട്ടമായി തൃശൂർ ലയൺസ് ക്ലബ്ബ് ഹൌസിൽ നടന്ന PST സ്കൂളിംഗ് MCC ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. DG ഇലക്ട് ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില മുഖ്യപ്രഭാഷണം നടത്തി. സെക്കൻഡ് വൈസ് ഗവർണർ ഇലക്ട് അഷ്റഫ്, PST സ്കൂളിംഗ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഡെസിഗ്നേറ്റ് വിമൽ വേണു എന്നിവർ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ക്യാബിനറ്റ് സെക്രട്ടറി ഡെസിഗ്നേറ്റ് ശ്രീധരൻ നായർ നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് നടന്ന പരിശീലന പരിപാടികൾക്ക് ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാർ, വൈസ് ഗവർണർ സുരേഷ് വാര്യർ, പാസ് ഗവർണർ സാജു പാത്താടൻ, ക്യാബിനറ്റ് സെക്രട്ടറി ഡെസിഗ്നേറ്റ് ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. ഗ്ലോബൽ ടീം അംഗങ്ങളെ സദസ്സിന് പരിചയപ്പെടുത്തി. അവരുടെ ആശയങ്ങൾ അവർ യോഗത്തിൽ പങ്കുവച്ചു. ജന്മന കാലില്ലാത്തവർ, അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടവർ, അവർ ഊന്നുവടിയെ പകരമാക്കിയവരായിരുന്നു. ഇനി അവർ സ്വന്തം കാലിൽ നടക്കും.
ലയൺസ് ക്ലബ്ബ് അയ്യന്തോളും അയ്യന്തോൾ ലയൺസ് ചാരിറ്റബിൾ ട്രസ്റ്റും ചേർന്നാണ് 5 പേർക്ക് ആധുനിക കൃത്രിമക്കാൽ നൽകിയത്. ലയൺസ് ക്ലബ്ബ് അയ്യന്തോളിന്റെ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി 5 പേർക്ക് കൃത്രിമ കാലുകളും 12ഓളം പേർക്ക് വീൽചെയറുകളും നൽകി. അതിന്റെ വിതരണോദ്ഘാടനം ഗവർണർ ജെയിംസ് വളപ്പില നിർവഹിച്ചു. അയ്യന്തോൾ ലയൺസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ലയൺ അഡ്വക്കേറ്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ച യോഗം തൃശൂർ MLA ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോൾ ക്ലബ്ബ് പ്രസിഡന്റ് സെൻസി യൂജിൻ, പ്രോഗ്രാം കൺവീനർ ലയൺ ഡോക്ടർ രാജൻ, മറ്റ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഭാരവാഹികളും അതിൽ സജീവമായി പങ്കെടുത്തു. ഈ ആഴ്ചയിലെ ലയൺസ് വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ വാർത്താ അപ്ഡേറ്റുമായി വീണ്ടും കാണാം.